അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ ഖേദപ്രകടനമാണ്. അഥവാ ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിർഗളിക്കുന്ന ഖേദപ്രകടനത്തിനാണ് തൗബ എന്ന് പറയുന്നത്. ചെയ്തുപോയ തെറ്റുകൾ ഓർത്ത് വിലപിക്കുന്നത് റബ്ബ് തൗബ സ്വീകരിക്കാനുള്ള ഒരു കാരണമാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് തൗബ സ്വീകരിക്കുമാറാവട്ടെ. നസുഹായ തൗബൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളെ മാറ്റിത്തരുമാറാവട്ടെ. ഞാനൊരു കഥ പറയട്ടെ. നല്ലൊരു മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളോർത്ത് തെറ്റുകളെക്കുറിച്ച് വിലപിക്കാൻ തുടങ്ങി, പശ്ചാത്തപിക്കാൻ തുടങ്ങി. ആ തെറ്റുകൾ ഓർത്തിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ തന്നെ പ്രയാസം. അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് ഓടി മറഞ്ഞു. എൻ്റെ ശരീരം ഹിംസജന്തുക്കൾ പിടിച്ചു തിന്നോട്ടെ, എന്നിട്ടെങ്കിലും എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ പാപമോചനം കിട്ടണമെന്ന അതിയായ ആശ കൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് ഓടി മറഞ്ഞു. അങ്ങനെ കാട്ടിൽ ഓടി മറഞ്ഞപ്പോൾ ഹിംസജന്തുക്കളുടെ ഒച്ചകൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം എടുത്തുള്ളൊരു ഗുഹയിൽ കയറി. എന്നിട്ട് അതിൽ കിടന്നു നോക്കുമ്പോഴുണ്ട് ചെറിയ 2 പിഞ്ചു സിംഹക്കുട്ടികൾ അതിൽ കിടക്കുന്നു. സിംഹക്കുട്ടികൾ വന്ന് അദ്ദേഹത്തിനെ നോക്കി ഇങ്ങനെ കണ്ണു തുറന്ന് മീയടച്ചു വീണ്ടും അവിടെ തന്നെ പോയി കിടന്നു. അദ്ദേഹത്തിന് സിംഹത്തിന്റെ ഗുഹയാണെന്ന് മനസ്സിലായി. സിംഹങ്ങളെയും പ്രതീക്ഷിച്ച് എന്നെ ഇപ്പോൾ ആ സിംഹങ്ങൾ വന്ന് ഭക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അദ്ദേഹം ഇങ്ങനെ അവിടെ കിടന്നു. ആ സിംഹത്തിന് ഭക്ഷണമായിട്ടെങ്കിലും എൻ്റെ റബ്ബ് എനിക്ക് തൗബ തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ തെറ്റുകളിൽ നിന്ന് മുക്തമായിട്ടുണ്ടെങ്കിൽ എനിക്ക് റബ്ബ് ഞാൻ സന്തോഷവാനായി, ആഖിറത്തിൽ അതിൻ്റെ ശിക്ഷ എനിക്ക് അനുഭവിക്കണ്ടല്ലോ. ആ ചിന്തയിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഒരു സിംഹം ഇങ്ങനെ ആ ഗുഹയിലേക്ക് കടന്നു വരുന്നു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒരു സിംഹം തൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പയ്യെ നടന്നു വന്നു. വായിൽ ചോരയിറ്റുന്ന ഇറച്ചി കഷ്ണവുമായിട്ടാണ് ആ സിംഹം ഗുഹയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ സിംഹം ആ ഇറച്ചി കഷ്ണം അവിടെ വെച്ച് തിരിച്ചു വീണ്ടും ഗുഹക്ക് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ഗുഹയിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇടം കണ്ടിട്ട് നോക്കി എന്താണ് സംഭവിക്കുന്നുള്ളതെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സിംഹണി വന്നു, അഥവാ സിംഹത്തിൻ്റെ ഭാര്യ, കുട്ടികളുടെ അമ്മ വരികയാണ്. ഗുഹയിൽ ഒരാളുള്ളതുപോലെ ആ സിംഹം ഒച്ചപ്പാടുണ്ടാക്കി നേരെ അടുത്ത് അദ്ദേഹത്തെ ഭക്ഷിക്കാനുള്ള പുറപ്പാടോടുകൂടെ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ആ സിംഹം തൻ്റെ സഹധർമ്മിണി ഒരൊറ്റ തട്ട് കൊടുത്തു, ഒച്ചയുണ്ടാക്കി അവിടെ ഇരുത്തി. സിംഹണിയുടെ വായിലുള്ള ഇറച്ചി അവിടെ കഷ്ണം അവിടെ വെച്ചു. സിംഹം ഇങ്ങനെ മുരണ്ടോണ്ടിരുന്നു. ആൺ സിംഹം വല്ല പയ്യെ വന്ന് നീണ്ടു നിവർന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലുകൾ കവച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ തലക്കാമ്പുറത്തുണ്ടായിരുന്ന സിംഹക്കുട്ടികളിൽ ഒന്നിനെ കടിച്ചെടുത്ത് ആ സിംഹം പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് തള്ളയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. വീണ്ടും ഉള്ളിലേക്ക് വന്ന് 2ാമത്തെ കുട്ടിയും എടുത്തുകൊണ്ടുപോയി. അങ്ങനെ ഈ 2 സിംഹങ്ങളും ദൂരേക്ക് കാടിൻ്റെ നടുവിലേക്ക് നെറ്റിലേക്ക് നടന്നു പോവുകയാണ്. അദ്ദേഹം കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒന്നും കാട്ടാതെ, തൻ്റെ ശരീരത്തിൽ ഒരു പോറലും നിൽക്കാതെ സിംഹങ്ങൾ മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം തന്നെ അജബായി. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമോർത്ത് ഫലവത്തായ തൗബ, ആ തൗബ ചെയ്താൽ ഇതാണ് ഫലമെന്ന മനസ്സിൽ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അൽഹംദുലില്ലാ റബ്ബിന് ശുക്റും ചെയ്ത് അദ്ദേഹം പുറത്തിറങ്ങി. നോക്കണം നാം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നാം ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും ഓർത്ത് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് റബ്ബ് ദുനിയാവിൽ നിന്ന് തന്നെ നമ്മളെ സ്വീകരിച്ചിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന നസുഹായ തൗബന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.